അത് നിങ്ങൾക്ക് പറ്റൂലപ്പാ, അത് അവൻ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി ആയാലെന്താ, എൻ്റെ സുഹറാക്കൊരു കൂട്ടാവുമല്ലോ. അതായത് ജോർജ് ഗൂഡല്ലൂരുകാരനാണ്. അപ്പോൾ ഒരു ദിവസം ഇവൻ്റെ ഒരു സണ്ണി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. ജോർജ് സണ്ണിയോട് പറഞ്ഞോടാ നമുക്ക് ഇവിടുന്ന് പോവുക. അവന് തിരൂർ ഇറങ്ങിയിട്ട് ഫസ്റ്റ് കണ്ട ബസ്സിൽ കയറി. ഇറങ്ങിയത് മഞ്ചേരിയ. കുഞ്ഞവറാൻ എന്ന് പറഞ്ഞ ഒരാൾ പള്ളിയിൽ നിന്ന് വരികയാണ്. പള്ളിയിൽ നിന്ന് വന്നപ്പോൾ 2 കുട്ടികൾ അവിടെ ഇരിക്കുന്നു. ഭക്ഷണമൊന്നും കഴിച്ചില്ല. മേലാകത്തുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് വയറ് നിറയെ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഈ പയ്യനങ്ങനെ നോക്കിയിട്ട് ഈ ഹോട്ടലിൻ്റെ മുതലാളിനോട് എന്തോ രഹസ്യം പറഞ്ഞു അബൂബക്കർ. അപ്പോൾ ഇത് കേട്ടിട്ട് ഹോട്ടലിൻ്റെ മുതലാളി പറയണം, അത് നിങ്ങൾക്ക് പറ്റൂലപ്പാ, അത് അവൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നത് ഞാൻ ആ കുട്ടിയെ കൊണ്ടുപോയിക്കോട്ടെ എന്നാണ്. അപ്പോൾ ഈ അബൂബക്കർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ക്രിസ്ത്യാനി ആയാലെന്താ, എൻ്റെ സൂറാക്കൊരു കൂട്ടാവുമല്ലോ. സൂറ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഏക മകളാണ്. ജോർജിനെ ആ ഹോട്ടലിൽ നിന്ന് ഇയാൾ ഈ ലോറിക്കാരനായ നിരക്ഷരനായ ഒരു അബൂബക്കർ എന്ന് പറഞ്ഞ ആൾ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ട് താമസിപ്പിച്ച്, അപ്പോൾ ഇവന് പഠിപ്പിച്ചാൽ ഇവനൊരു നിലയിലെത്തൂല എന്ന് അബൂബക്കർ മനസ്സിലായപ്പോൾ ഇയാളുടെ 10 സെൻറ്റ് സ്ഥലം വിറ്റിട്ട്, സ്വന്തം സ്ഥലം വിട്ടിട്ട് ഓട്ടോ വാങ്ങിച്ചു കൊടുത്തു. അതുമാത്രമല്ല, ഈ ജോർജിൻ്റെ കല്യാണപ്രായം വന്നപ്പോൾ അവനോട് ചോദിച്ചു, ഞാൻ കല്യാണം ചെയ്തു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് ഒരു അമ്മാവൻ്റെ മകളായിട്ട് ചെറിയൊരു ലൈൻ ഉണ്ടായിരുന്നു നാട്ടിലുള്ള. അപ്പോൾ അത് അബൂബക്കർ അറിഞ്ഞു. അബൂബക്കർ അവിടെ പോയിട്ട് അന്വേഷിച്ച് പുഷ്പ എന്ന് പറയുന്ന ഈ ഇവളെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ചിട്ടും ഇവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അതുമാത്രമല്ല, വീട് വിട്ടിറങ്ങിയ അച്ഛനെ കണ്ടെത്തി അബൂബക്കർ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അമ്മ തിരുവല്ലാമലയിൽ എവിടെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അമ്മയെ കൊണ്ടുവന്ന് എല്ലാവരും കൊണ്ടുവന്ന് സ്വന്തം വീട്ടിലാക്കി. ജോർജും കുടുംബവും അബൂബക്കറും കുടുംബവും സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു.